ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചൂടിനും ഇനിയിപ്പോൾ നോമ്പല്ലേ വരുന്നത്, നോമ്പിനൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമുക്ക് നല്ല ചൂടിന്നൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും, വയറും മനസ്സും ഒക്കെ നിറയും. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാനുള്ളൊരു പാൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കത് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ പാലിലേക്ക് നേരിട്ട് ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ചിട്ട് പോവും. അപ്പോൾ അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ എത്രയാണ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസിൽ ഞാൻ ഇതുപോലെ ഒരു പേക്ക് പാലാണ് ഗ്യാസിൽ ഈ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് മധുരത്തിൽ കഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ മധുരം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മധുരം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാലൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പേക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാലിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തിളച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ മിക്സാക്കി വെച്ചിരുന്ന മിക്സ് ഇതുപോലെ ഒന്നും കൂടെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്നും കൂടെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് വരും. കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകിയിട്ട് വരും. ഇനി നമുക്ക് കൈയെടുക്കാതെ അതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അതിന് ഏകദേശം തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ നമ്മൾ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അത് ഏകദേശം ഇപ്പം തന്നെ തിക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിക്കായിട്ട് വരണ്ട, കാരണം അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ കട്ട പിടിച്ച പോലെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരക്ക് പകരം മുഴുവനായിട്ടും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ബാക്കി പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. നല്ല കട്ടിക്ക് കുറുക്കി എടുത്തിട്ടില്ല ഞാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കൂടുതൽ സമയം ഇതുപോലെ അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനത് കൂടുതൽ കുറുക്കിയെടുക്കുന്നില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇനി നമ്മളിത് തണുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ചൂടോടുക്കനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും തിക്നെസ്സിലാണ് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലേറെ ഒന്നും കൂടെ കുറുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറുക്കിയെടുത്താൽ മതി. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഞാൻ ഇത്ര മാത്രമേ കുറുക്കിയെടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിലേറെ ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്നെസ് മതി. നിങ്ങൾക്ക് ഒന്നും കൂടെ തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിലേക്ക് ഇത് ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലൊരു ബൗളെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സും കൂടെ ഇതിൽ ഇടാനുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലൊരു ബൗളെടുത്തിട്ട് നമ്മുടെ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കിങ് റാപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3-4 മണിക്കൂർ നല്ലതുപോലെ തന്നെ അങ്ങ് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇത് കഴിക്കുന്നത്. നല്ലതുപോലെ തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. വേണമെന്നുണ്ടെങ്കിൽ ചൂട് കൊടുക്കാനും കുടിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ തണുത്തിട്ടാണ് ഇത് കഴിക്കുന്നത്, അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതുപോലെ റാപ്പ് ചെയ്തിട്ടാണ് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തന്നെ തണുത്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതുപോലെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത്, നമുക്ക് ഏതൊക്കെ ഇതിലേക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഉറുമാമ്പഴം, ഒരാപ്പിളും പിന്നെ കുറച്ച് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാനിന്ന് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ കഴിക്കണ സമയത്ത് ഫ്രൂട്ട്സ് ചേർക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മളിത് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കുന്നില്ല നല്ലത്. നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് ഞാനിതുപോലെ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ഇട്ടപ്പോൾ എൻ്റെ ബൗൾ നിറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകാതെ ശ്രദ്ധിച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുടിക്കാം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ റെഡിയാക്കിയിട്ട് കുടിക്കുമ്പോൾ. നമുക്ക് ഈ ചൂടിനൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. വീട്ടിലുള്ള ഫ്രൂട്ട്സ് എടുത്താൽ മതി. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.